ഈ മഴയത്തും ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. Before I start speaking, I want to thank all of you from the bottom of my heart for the immense support that you gave me in my election. എൻ്റെ ഇലക്ഷന് ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ പിന്തുണയ്ക്ക് ഞാൻ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. That this is now the 7th time that I have visited somebody who has died because of this conflict. ഞാനിപ്പോൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള ഗഫൂറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ചെറിയ കാലയളവിൽ 7ാമത്തെ വന്യമൃഗാക്രമണത്തിൽ മരണപ്പെട്ട ആളെയാണ് കാണുന്നത്. It is very important for us to find concrete measures to protect lives and to protect livelihoods. നമുക്ക് നമ്മുടെ ജീവനും നമ്മുടെ ജീവനോപാധിയും സംരക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അത് സംരക്ഷിക്കേണ്ടതുണ്ട്. There is a lot of talk, but as you know, the state government is not trying hard enough to resolve this issue. ഒട്ടേറെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ ഇത് പ്രതിരോധിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല, ചെയ്യുന്നില്ല. It was deeply disturbing to know about Anantu, who was electrocuted by an illegal electrical fence near Nilambur. നിലമ്പൂരിനടുത്ത് ഒരു അനധികൃതമായിട്ടുള്ള ഒരു വൈദ്യുതി കെണിയിൽപ്പെട്ട് അനന്തു എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് വലിയ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ്. My sisters, brothers, let us send a message to the whole of Kerala from here. Let us tell all the people who are fighting different elections after 1 year that what we want is a government that works for the people. What we want is our representatives that are committed and dedicated to the people of Kerala and to making a stronger future for you. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കേരളത്തിന് മുഴുവൻ ഒരു സന്ദേശമായി തെരഞ്ഞെടുപ്പ് മാറണം. കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കരുത്തരായ ജനങ്ങൾക്ക് പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കാൻ MLA-മാരെ തെരഞ്ഞെടുക്കുക എന്നുള്ള സന്ദേശമാകണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്.